ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്കുള്ളത് എന്താണ് വരുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, കൂടുതൽ നീട്ടുന്നില്ല, ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്തതായിരുന്നു. ഓക്കെ, ഓൺ ക്യാമറ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, 6 of Pentacles, Queen of Pentacles, 7 of Wands and 8 of Pentacles. ഓക്കെ, ഓ വാവ്, 9 of Pentacles. ഇത് ഫുൾ ആക്ച്വലി ഫൈനാൻസ് കരിയറിനെ കുറിച്ചാണ് എനിക്ക് കൂടുതലും കാണുന്നത് ഇന്ന്. ഓക്കെ, നിങ്ങൾക്ക് അതായത് ഫൈനാൻസ് കരിയർ നിങ്ങളുടെ സ്റ്റെബിലിറ്റി, ലൈഫിൻ്റെ ഒരു സ്റ്റെബിലിറ്റി എന്ന രീതിയിലാണ്. ഓക്കെ, അതായത് ഇവിടെ മെയിൻലി എനിക്ക് കാണുന്നത് നിങ്ങൾ ചെയ്യുന്ന വർക്കിന്, ഓക്കെ, നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ലൈക്ക് സ്പെഷ്യലി ഇത് ജോലി ഫൈനാൻസിൻ്റെ കാര്യമാണ്. സോ നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുക, നിങ്ങൾ ആർക്കെങ്കിലും അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ വർക്കിലിടുന്ന എഫേർട്ട്, ഓക്കെ, നിങ്ങൾ ജോലിയിലിടുന്ന എഫേർട്ട്, നിങ്ങൾ എന്ത് ജോലിയായാലും ശരി, ഓക്കെ, അതിൽ മാക്സിമം നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട്, ഓക്കെ, ആ എഫേർട്ടിന് നിങ്ങൾക്ക് തിരിച്ച് റിസൾട്ട് കിട്ടാൻ തുടങ്ങുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ദാറ്റ് നിങ്ങൾക്ക് അതിന് ഒരു നല്ലൊരു അത് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ബട്ട് ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ ആ ഒരു ഫൈനാൻഷ്യലി നിങ്ങൾ വളരെ സെക്യൂർ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവനവൻ്റെ ആവശ്യത്തിനെല്ലാം ഉണ്ടാവും, കയ്യിൽ വേണ്ട ഫൈനാൻസ് ഉണ്ടാവും. പ്ലസ് നിങ്ങൾക്ക് വീട്, കാറ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഫൈനാൻസിൻ്റെ കാര്യത്തിൽ ഇത് മേ ബി നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തത് തിരിച്ചു കിട്ടുന്നതായിരിക്കാം. ഓക്കെ, ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു, ഓക്കെ, അത് ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണിത്. ഓക്കെ, നിങ്ങൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 7 of Wands and 8 of Pentacles കാണിക്കുന്നത് എനിക്ക് നിങ്ങൾ ആ വർക്കിൽ, ഓക്കെ, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതെ, നിങ്ങൾ മടുപ്പ് തോന്നിയിട്ടും ആക്ച്വലി ഐ തിങ്ക് നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ചിലപ്പോൾ മടുപ്പ് തോന്നി കാണാം. നിങ്ങൾക്ക് ഒന്നും വേറെ ഒരു തരം ബോറിംഗ് ആയിട്ടും ചിലപ്പോൾ തോന്നിയിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ എവിടെയോ നിങ്ങൾ വേണ്ട എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്ത ആ ഒരു നമ്മൾ പറയില്ലേ നമ്മുടെ കർമ്മ എന്ന് തന്നെയാണ് അതിനെ വിളിക്കുക. ഓക്കെ, ആ കർമ്മയ്ക്കുള്ള നല്ല റിസൾട്ട് ആയിരിക്കാം തിരിച്ചു തരുന്നത്. നിങ്ങളുടെ വർക്കിനാണ് മെയിൻലി എനിക്ക് നിങ്ങളുടെ വർക്കിനെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ജോലിയിൽ, ഓക്കെ, മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. നിങ്ങളതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിങ്ങൾ വളരെ എക്സ്പേർട്സ് ആണ്. അതായത് കുറേ കാലമായിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് അതിൽ ഒരു ഉയർച്ച വന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്ത് അത് പഠിച്ച് അതിനെ അത്രയ്ക്ക് നിങ്ങൾ എക്സ്പേർട്ടായി കാണാം. ചിലപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ കൂടി നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും ഇതെങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുക എന്ന് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവാം. ആൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പം മേ ബി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള അഡ്വൈസ് ഇതാണ് ദറ്റ് കീപ്പ് വർക്കിംഗ് ഓൺ ഇറ്റ്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, എന്താ പറയുക, എഫേർട്ട് നിർത്തരുത്. ഓക്കെ, ഗിവ് അപ്പ് ചെയ്യരുത്, ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലൊരു അച്ചീവ്മെൻറ്റ് കിട്ടും എന്നാണ് കാണുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് വരുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. ഇവിടെ 9 of Pentacles ഉണ്ട്. അഗൈൻ എല്ലാം ഫൈനാൻസിൻ്റെ ആണ് എനിക്ക് കൂടുതലും ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഇത് നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്ന തരത്തിൽ ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, 9 of Pentacles ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും ഒരു കരിയർ നിങ്ങളുടെ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നതായിട്ടും നിങ്ങൾക്ക് ഫൈനാൻഷ്യലി നിങ്ങൾ വളരെ സെക്യൂർഡ് ആവും. അതെങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട, വരുന്നു, യെസ്, തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾ എന്തോ ചെയ്തതിൻ്റെ അതിപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്നാണെങ്കിൽ പോലും ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും വഴിക്ക് നിങ്ങൾക്കൊരു ഏണിങ്ങിനൊരു അവസരം നിങ്ങൾക്ക് ഓപ്പണായി കിട്ടും. എന്നാൽ നിങ്ങളെ ഫൈനാൻഷ്യലി നിങ്ങളെ സെക്യൂർ ആക്കും. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. വലിയ നമ്മൾ കോടീശ്വരന്മാർ അങ്ങനെ ആ രീതിക്കല്ല ഞാൻ പറയുന്നത്. നമ്മൾ നോർമൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് അതായത് ആവശ്യമുള്ള കാര്യത്തിൽ എല്ലാത്തിനും നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിവിടെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്, നിങ്ങൾക്ക് ആരും ഹെൽപ്പൊന്നും ഇല്ലാതെ ഓക്കെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുക. ലേഡീസ് ആണെങ്കിൽ സ്പെഷ്യലി, അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഒരു ഫീൽ ചെയ്യും. ജെൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഓക്കെ ഇനി എനിക്ക് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാം, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് എന്ന് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും വീട് വാങ്ങാൻ പ്ലാൻ ഇടുക, കാർ വാങ്ങാൻ പ്ലാൻ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വാഹനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന തരത്തിൽ, സോ മേ ബി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ലൊരു നമ്മൾ പറയില്ല തിരിച്ച് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വെരി നൈസ്. എന്തോ ഒരു ഫൈനാൻഷ്യലി ഉള്ള മാറ്റമാണ് ഇവിടെ മെയിനായിട്ട്. ഗുഡ്. എനിവേ ഗുഡ് കർമ്മയുടെ റിസൾട്ടും ആയിരിക്കാം. നിങ്ങൾ നല്ല നിങ്ങൾ എന്തെങ്കിലും ദാനധർമ്മങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ആയിരിക്കാം. ഓക്കെ, അതിൻ്റെ ഫലവും. ഓക്കെ, ഞാൻ ഓക്കെ, ഹങ്കർ, പേഷ്യൻസ്, യെസ്, ക്ഷമയോടെ,
സെൽഫ് റിഫ്ലക്ഷൻ. നിങ്ങൾ പ്രാക്ടിക്കൽ ആവുന്ന ഒരു കാര്യം കൂടിയാണ് എനിക്ക് കാണുന്നത്, ഞാനത് പറയാൻ വിട്ടുപോയി. അതായത് നിങ്ങൾ ഒരുപാട് ഇമോഷണലൊന്നും ആവാതെ കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ലൈഫിനെ ഡീൽ ചെയ്യാനും നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ, നിങ്ങളുടെ നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ വീട്, അങ്ങനത്തെ കാര്യങ്ങൾ, ഫാമിലി എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫൈനാൻഷ്യലിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് കൂടി അതും കൂടി എനിക്ക് പറയാൻ തോന്നി. സോ അട്രാക്ഷൻ, വൺ മോർ, ഫ്രൂഷൻ. യെസ്, ഞാൻ പറഞ്ഞില്ലേ. ആൻഡ് ഇവിടെ ഗ്രോത്ത്, അബൻഡൻസ്, ഗ്രോത്ത് എന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങളുടെ ഉയർച്ച, അതും ഫൈനാൻഷ്യലി ആണ് എനിക്ക് കൂടുതൽ ന്യൂ ബിഗിനിങ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഫൈനാൻഷ്യലി കൂടുതൽ ഗ്രോത്ത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കരിയറിൽ ഗ്രോ ചെയ്യാം. നിങ്ങൾ പ്രൊമോഷൻ അങ്ങനത്തെ വല്ലതും കിട്ടുക, സാലറി ഇൻക്രീസ് ആവുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഫൈനാൻഷ്യലി അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണലി ഓൾസോ നിങ്ങൾ മെച്ചുവേർഡ് ആവുന്ന പോലെയൊക്കെ, നിങ്ങൾ മെച്ചുവറിറ്റിയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ, പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ എല്ലാം കാണുന്നുണ്ട്. ഇവിടെ ഹങ്കർ, ഇത് ഫുൾ മൂണാണ് ആക്ച്വലി. നമ്മുടെ ഇപ്പോഴത്തെ മൂൺ ആക്ച്വലി ഇത് വുൾഫ് മൂൺ ആയിരുന്നു ഇത്തവണ. ഐ തിങ്ക് അതാണ് തോന്നുന്നു അതിൻ്റെ പേരുണ്ടായിരുന്നത്, ഇന്നലെ ഉണ്ടായിരുന്നത്. വുൾഫ് മൂൺ തന്നെയാണെന്ന് തോന്നുന്നു. സോ യെസ്, അപ്പോൾ ഈ ഫുൾ മൂൺ സമയത്ത് നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് ആണ്. നിങ്ങൾ കുറേ കൂടി പ്രാക്ടിക്കൽ ആവാൻ തുടങ്ങും. നിങ്ങൾ ഇമോഷൻസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങളുടെ ഫുൾ പവറിലേക്ക് നിങ്ങൾ വരുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ ക്ഷമയോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ക്ഷമയോടെ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് ആയിരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത്. സോ ഐ തിങ്ക് നിങ്ങൾ നമ്മൾ എത്ര തളർച്ച തോന്നിയാലും, എത്ര വയ്യ എന്ന് തോന്നിയാലും, എത്ര എനിക്ക് മടുക്കണു എന്നൊക്കെ തോന്നിയാലും, ഐ തിങ്ക് നിങ്ങൾ എന്നാലും ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോയിട്ടുണ്ടാവാം. ഇവിടെ സെൽഫ് റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ അവനവനെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങളുടെ ടാലൻസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്. നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ റിസൾട്ട് കൂടിയാണിത്. ബിക്കോസ് നിങ്ങൾ അവനവനെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ശരിക്കും നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കും, അല്ലേ? ആ ശ്രദ്ധ കൊടുക്കുമ്പോൾ ആയിരിക്കും എല്ലാം ഡെവലപ്പായിട്ട് വരുന്ന പോലെ. അട്രാക്ഷൻ എന്നാണ് ഇത്. അട്രാക്ഷൻ ഇത് നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുക എന്ന രീതിയിൽ, അതായത് നിങ്ങളിലേക്ക് വരുന്നു. നല്ലതെല്ലാം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾക്കിനി ഒന്നും അങ്ങോട്ട് ചോദിച്ചു പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരും. നിങ്ങളുടെ ആ ഒരു പവറിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിൽക്കുമ്പോൾ, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ നിൽക്കുമ്പോൾ എല്ലാം നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് ആരെയും ചേസ് ചെയ്യാൻ പോകേണ്ട ആവശ്യം വരില്ല. അല്ലെങ്കിൽ ആരെയും എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല, ഈവൻ പണത്തിനെ ആയാലും നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഇങ്ങോട്ട് വരും. ബിക്കോസ് യു നോ യുവർ വാല്യൂ, യുവർ വർത്ത്. ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ പെർഫെക്റ്റായിട്ട് എനിക്ക് എത്രത്തോളം പറ്റുന്നു അത്രത്തോളം പെർഫെക്റ്റായിട്ട് ഞാൻ ചെയ്യും. ഞാൻ ഗിവ് അപ്പ് ചെയ്യാതെ ഞാൻ ചെയ്യും. അതെൻ്റെ കഴിവാണ്, അല്ലേ? ആ കഴിവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ അത് നിങ്ങളിലേക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങും. നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടാൻ തുടങ്ങും. നിങ്ങൾക്ക് ഏണിങ്ങിനുള്ള വഴികൾ കിട്ടും. നിങ്ങൾക്ക് ഏണിംഗ് പൊട്ടൻഷ്യൽ വന്നു തുടങ്ങും. ആൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഫൈനാൻസ് മാത്രമല്ല എല്ലാത്തിലും നിങ്ങൾക്ക് റെസ്പെക്റ്റ്, മറ്റുള്ളവർ നിങ്ങളെ മാനിക്കും. നിങ്ങൾ ചെയ്യുന്ന വർക്കിന് അതിൻ്റെ ആ ഒരു പേരിൽ ചിലപ്പോൾ നിങ്ങൾ അറിയപ്പെടും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ആൻഡ് ഇവിടെ ഫ്രൂഷൻ, ഹാർവസ്റ്റ് മൂണാണ്. ഫ്രൂഷൻ എന്ന് പറയുന്നുണ്ട്. ഇതും ഒരു ഫുൾ മൂണാണ്. ഇതും ഒരു ഫുൾ മൂൺ എന്നോ നെക്സ്റ്റ് ഫുൾ ആക്ച്വലി ഇതിൽ എല്ലാം ഫുൾ മൂണാവും ഓൾമോസ്റ്റ്. സൂപ്പർ മൂൺ, ഇതെല്ലാം ആക്ച്വലി ഇത് മാത്രമേ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. സോ ഇതിവിടെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഫുൾ മൂണിൻ്റെ ആണ് പറയുന്നത്. സോ ഓരോ ഫുൾ മൂണും നിങ്ങൾ വാച്ച് ചെയ്തോളൂ. നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫ്. ആൻഡ് ഇവിടെ ഫുൾ മൂൺസിലാണ് നിങ്ങൾക്ക് കൂടുതലും ബെനിഫിറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇവിടെ നിങ്ങൾക്ക് ഫുൾ മൂൺ അല്ലെങ്കിൽ ഈ മൂണിൻ്റെ പവർ അല്ലെങ്കിൽ പോട്ടെ അതൊക്കെ വിടാം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്, കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്. സോ ഡോണ്ട് ഗിവ് അപ്പ്, കീപ് ട്രൈങ്, കീപ് വർക്കിംഗ് ഹാർഡ്. നമ്മൾ പലതും വരും നമ്മുടെ മുമ്പിൽ, തടസ്സപ്പെടുത്താൻ പലതും വരും. നമുക്ക് മടി പിടിക്കാം, ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ചെയ്ത് അതിൻ്റെ ഫലം കിട്ടുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കാം. നമ്മളെ ശ്രമം നമ്മൾ നിർത്തരുത്, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.